കാലിന്ന് രാവിലെ കാണുന്നുണ്ടോ? സൂര്യ നമസ്കാരം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ കണ്ണിലേക്കൊക്കെ ഇരുട്ട് കയറി. 3 ദിവസമായിട്ട് നമ്മളിങ്ങനെ സൂസിക്ക് പെട്ടെന്ന് കണ്ണിനാകെ പ്രശ്നമായിട്ട് ഫുൾ ബ്ലഡും മറ്റേ പസ്സൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ. പേടിപ്പിച്ചല്ല കാര്യം പറഞ്ഞതാ. ഹലോ, എല്ലാരും എവിടെയാണ്? സുഖമായിട്ടിരിക്കുന്നോ? ഞാനിതാ വീട്ടിലുണ്ട്. ഞാൻ അത്ര സുഖത്തിലൊന്നുമല്ല. എന്റെ കാലിന്ന് രാവിലെ കാണുന്നുണ്ടോ? ഇന്ന് രാവിലെ ഞാനിപ്പോ ഒരു 1 വീക്കായിട്ട് ഡയറ്റൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. വർക്കൗട്ടൊക്കെ ഒന്ന് മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത കൂട്ടത്തിൽ രാവിലെ എണീക്കുമ്പോൾ വർക്കൗട്ടിന് മുന്നേ സൂര്യ നമസ്കാരം ചെയ്യും. ഒരു 1, 2 അങ്ങനെ ഓരോ ദിവസം കൗണ്ട് കൂട്ടി അങ്ങനെ ഇത് 4th ഡേ ആയിരുന്നു ഇന്ന്. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ സാധാരണ പോലെ തന്നെ എന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സൂര്യ നമസ്കാരം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഞാൻ എന്റെ കാലിൽ ലെഫ്റ്റ് ലെഗ് ഞാൻ എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചതൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ കാലിലേക്ക് നോക്കിയപ്പോ എന്റെ കാലിന്റെ ഈ മുട്ടി ഈ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വന്നത്. സംഭവം എന്തോ ഞാൻ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് അത് അങ്ങനെ ആയിപ്പോയതാ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ കണ്ണിലേക്കൊക്കെ ഇരുട്ട് കയറി മറ്റേ ഫുള്ള് വേർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കിങ്ങനെ അങ്ങനത്തെ ഫീൽ ചെയ്യില്ല. അതുപോലെ അത് സാധാരണ കുറച്ച് സമയമല്ല ഉണ്ടാവും. അത് കുറച്ചധികം സമയം എനിക്ക് മാറുന്നില്ല. എനിക്ക് പിന്നെ എണീക്കാൻ വയ്യ. ഞാൻ പിന്നെ കിടന്നോത്തന്നെ കുറെ നേരം കിടന്ന് താഴെ തന്നെ കിടന്നിട്ട് വേറെ ഒന്നും വയ്യ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എനിക്ക് മര്യാദയ്ക്ക് ബ്രീത്ത് ചെയ്യാൻ തന്നെ പറ്റി. എന്നിട്ട് ഞാൻ മെല്ലെ കാല് വെച്ച് എഴുന്നേറ്റ് ബെഡിലേക്ക് ഞാൻ കുറച്ച് അങ്ങനെ കിടന്ന്. എന്റെ അമ്മേ, ഭയങ്കര ഒരു വേദനയായി പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കാലിങ്ങനെ വീക്കൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഞാനും അമ്മയും കൂടി ഇവിടെ തൊട്ടടുത്ത് ഒരു ആയുർവേദ മറ്റേ മെഡിക്കൽ ഷോപ്പ് പോലെ ഉണ്ട്. അവിടെ തന്നെ ഡോക്ടറും ഉണ്ടായിരുന്നു. അമ്മ കഴിഞ്ഞ ദിവസം മഞ്ഞൾപ്പൊടി മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കസ്തൂരി മഞ്ഞൾ. അപ്പൊ ഞാൻ അവിടെ നോക്കിയപ്പോ ഉള്ളിൽ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മയും കൂടി അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നമ്മളൊരു 1 വീക്ക് റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവും, മരുന്നൊക്കെ തന്ന് ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ ചൂടൊക്കെ പിടിച്ച് കെട്ടാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയും കൂടി പോയി വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം അതൊക്കെ ചെയ്ത് അങ്ങനെ വല്ലാത്തൊരു ഇതായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ വ്ലോഗ് എന്താന്ന് വെച്ചാല്, പിന്നെ 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ സൂസിക്ക്, നമ്മളെ വീട്ടിലെ ഡോഗ് നിങ്ങൾക്ക് അറിയായിരിക്കും, ചെറുത് പോമുണ്ട്. അവക്ക് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കണ്ണിനാകെ പ്രശ്നമായിട്ട് ഫുൾ ബ്ലഡും മറ്റേ പസ്സൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ഞാനും അമ്മയും അവിടെ ഇങ്ങനെ 2 ദിവസമായിട്ട് കൊണ്ടുപോകായിരുന്നു ഡോക്ടറെ അടുത്ത്. അപ്പം അവിടെ കൊണ്ടുപോയിട്ട് അവളെ പിടിച്ചു വെക്കണം. അവര് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല പസ്സായതുകൊണ്ട് അവർ പിടിച്ച് പ്രസ് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ ആക്കുക. അപ്പൊ അതും ഡെയിലി ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തലവേദനയ്ക്കായി പോയി. എനിക്ക് മൈഗ്രെയിൻ ഉള്ള. അപ്പം അവള് വേദനയ്ക്ക് ആലോചിച്ചിട്ടോ എന്തോ എനിക്ക് തലവേദന, അമ്മയ്ക്ക് ഇതേപോലെ തന്നെ. അതേപോലെ ഇന്ന് രാവിലെ ഇത് പറ്റിയതിനു ശേഷം പെട്ടെന്ന് ആ വേദനയില്ല. എനിക്ക് പിന്നെ ആ തലവേദന മാറുന്നേ ഇല്ല. ഉച്ചയ്ക്ക് ഞങ്ങളിത് കെട്ടിയ കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് വെച്ചിട്ട് മറ്റേ കിഴി പിടിക്കുമ്പോഴേ എനിക്ക് മറ്റന്ന് ഹിമാചലിന് വീണപ്പം അന്ന് പിടിക്കാൻ പോയപ്പോ അവിടെയൊക്കെ വേന കൊടുക്കും. സൂസിനെ ചികിത്സിക്കണം. സൂസിനെ നോക്കണേ, ഇന്നെ നോക്കണം. ഇതോടെ വേദന അങ്ങനെ ഇതിപ്പോ 2 ദിവസത്തിൽ മാറുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തേന്നു വർക്കൗട്ട് ചാടുന്നു. ഞാൻ രാവിലെ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാൻ നിന്നതാണ്. പിന്നെ ഞാൻ ഓവർ എല്ലാം കൂടി ചെയ്തിട്ട് നിർത്തണ്ട വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത ആഴ്ച മുതൽ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാം. അമ്മേ, കാല് വേദനയ്ക്കന്നെ. ഒച്ചയെടുക്കാം. ഇതിൽ കുറഞ്ഞില്ലെങ്കിൽ നമ്മള് വേറെ കൊണ്ട് കാണിക്കാം, ഡോക്ടറെ അടുത്ത് പോകാം. അപ്പൊ കുറയും ടൈറ്റ്, നല്ല ടൈറ്റ് ആയിരിക്കും. ഇപ്പൊ ഒരു ബാൻഡ് ഉണ്ട് അല്ലേ, അത് നല്ല ടൈറ്റ്. മുണ്ട് ഇവിടുന്ന് കരിമ്പോ മുട്ടുമുണ്ട് ചൂടായി പേടി.
ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ്. മുന്നിൽ പോകുമ്പോ പോവില്ല. ഇവിടെ 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 ഓരോ കളിക്കുന്ന വിളിച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരിക്കും എവിടേക്കാണ് ഒരു വീക്ക് ഉള്ളത്. ഇല്ലല്ല ഞാൻ കളിക്കുന്നത്. എന്താ എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാവാൻ. സത്യം ഞാൻ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് കിട്ടിയത്. ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലേ എന്നല്ലേ, നല്ലല്ലേ പറഞ്ഞത്. ഓ പക്ഷെ എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. പഠിപ്പിക്കല് കുറച്ച് നിർത്തണമെന്ന് മനസ്സിലായി. എന്റെ അമ്മായിമ്മൻ മതി മതി. അവിടെയുള്ള വീക്കത്തിന് അവിടെ വെച്ചാൽ മതി. എന്താ അവിടേക്കുള്ള വീക്കത്തിന് അവിടെ വെച്ചാൽ മതി കഴിക്കാൻ. മറ്റേ മുണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നിർത്താം. വേദന പറഞ്ഞില്ലേ പിന്നെ ചൂടാക്കി ഒഴിക്കണം. നീ ഒഴിക്കുമ്പോ ഞാൻ ഇതില് ചൂടാക്കിയാ ഒഴിക്കാം. ചൂടോട് കൂടി ഒഴിക്കാം. അങ്ങനെ പറഞ്ഞതായിരുന്നു. കുറച്ച് ചൂടോട് കൂടി ഒഴിക്കണം. ഉണ്ടോ കാലിന്റെ വ്യത്യാസം കണ്ടോ? ഇവിടെ അതവിടെ ഇവിടെയാണ്, അവിടെയാണ് വേദന. ഒരു രോഗി കഴിഞ്ഞ അടുത്ത രോഗി. സൂസിന്റെ പൊന്ന് കഴിഞ്ഞുള്ളൂ. ഇതേപോലെ ചൂടൊക്കെ വെച്ച് അവൾക്ക് ഇങ്ങനെ പഴുപ്പ് പോലെ ഉണ്ട്. അപ്പൊ നമ്മളത് ഞെക്കി, നമ്മളല്ല അമ്മ ഞെക്കി കൊടുത്ത് ഞാൻ പിടിച്ചു കൊടുത്ത്. ഓ അതിന്റെ ഒരു ക്ഷീണം മാറിയിട്ടില്ല. അമ്മേനെ നോക്കണ്ട ഞങ്ങളെ അമ്മ നോക്കിക്കൊണ്ട്. അമ്മ നമ്മളെ ഹോം നേഴ്സ്. വൈകുന്നേരം ആകുമ്പോഴേക്കും തലവേദന. നേരത്തെ ഞാനത് കാണിച്ചിരുന്നു. എന്തോ ഓയിലെന്തോ ഇന്ന് ഞാൻ ഫുള്ള് എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നെ ഓരോരുത്തരുണ്ട്. എന്ത് ഇന്ന് ഇന്നലെയൊക്കെ നമ്മള് മൈഗ്രൈന്റെ കാര്യമാണ്. ഇത് ഫുള്ള് ഫോണില് മൈഗ്രൈനെ പറ്റിയാണ്. മറ്റേ ഫോൺ ഇതാവുന്ന സിനിമ കണ്ട പോലെ അല്ലേ? ഫുള്ള് അത് തന്നെ. നമ്മളൊന്ന് സെർച്ച് ചെയ്യാൻ പോലും ചെയ്യാതെ അല്ലേ? സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴേ തല തിരിഞ്ഞു. എനിക്ക് പണ്ടൊക്കെ ഇഷ്ടമല്ലേ എനിക്ക് തലവേദന. അച്ഛൻ മിണ്ടൂലല്ലോ. അന്നേരം അച്ഛൻ മിണ്ടാൻ പോയിക്കോളും. അച്ഛനറിയാം ഞാൻ തലവേദന എടുത്തിട്ടാണ് ദേഷ്യം പിടിക്കും. മറ്റേ യൂക്കാലിപ്സിന്റെ എന്തോ സാധനം, എന്തോ ആയുർവേദം അവിടെ നിന്നല്ലേ, അതുകൊണ്ടാണ്. കോട്ടയ്ക്കൽ ആയുർവേദ അവിടെ ഫുൾ കോട്ടയ്ക്കലിന് തന്നെ. അയാൾ കോട്ടയ്ക്കലിനാണ്. ഞാൻ ഫുട്ബോളിലായിരുന്നു പണ്ട്. ഫുട്ബോൾ കളിച്ച് വീടിന്റെ മുട്ടില് തെറ്റിയാ പിന്നെയും പിന്നെയും തെറ്റും പോലും. പേടിപ്പിച്ചല്ല കാര്യം പറഞ്ഞതാ. എന്റെ ശ്രദ്ധിക്കാനുള്ള ഓവർ മുട്ട അവിടെയായിരുന്നു. മുട്ട അവിടെ വന്നിട്ട് പിന്നെ തിരിച്ച് പെട്ടെന്ന് എങ്ങനെ ഒന്നും ഇങ്ങോട്ട് വന്നു. അത് ഇങ്ങനത്തെ ആയിക്കോട്ടെ എങ്ങനെ കൊണ്ടുപോകും എനിക്ക് അറിയില്ല. നിന്റെ അമ്മേ വേദന, അത് തിരിച്ചു വരാണ്ട വേദന നിക്കൂല. അങ്ങനെ മൂർധന്യാവസ്ഥയിലുള്ള വേദനയായിരുന്നു അത്. ഇൻഷുറിന്റെ കടക്കിന്റെ അടുത്തുണ്ട്. അന്നേരം നേരം ഉണ്ടാവില്ല പിന്നെ ചോദിക്കണമെങ്കിൽ. എല്ലാം ഉണ്ട്. സൂസി പോവാം. സൂസി നോക്ക്. ഓ ഇഷ്ടമാണെന്ന് തോന്നുന്നു പോവാന്. വിചാരിക്കണ്ടോ വേഗം പോയി വന്ന് മാറിയാലോ, പെട്ടെന്നൊന്ന് മാറിയാൽ മതിയെന്ന്. ബിസ്ക്കറ്റ് ഉണ്ടാവും ബിസ്ക്കറ്റ് കൊടുക്കാറാണ്. ഇവിടെ 2 ലക്ഷം ബിസ്ക്കറ്റ് തിന്നാൻ കൊടുക്കാം. എന്നാലും മാറ്റി കൊടുക്കാം. അതിനൊന്ന് കാണിക്കും. സൂസി എടേ
വരൂ. വാ 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 പാട് വാ. കിട്ടി കിട്ടി 7 രൂപയായിട്ടോ. പോ. ഞാൻ ഈ സൈഡ് സുന്ദരിയാണ്. ഈ സൈഡ് മുറിവുണ്ട്, മാറും. ചേച്ചി ഇവിടെ ഇരുന്നോ, ഇവിടെ കയറി ഇരുന്നോ. ഈ മാവ് കണ്ടോ, ഈ മാവിലെ മാങ്ങ പകുതി മുക്കാലും ഞങ്ങൾ തന്നെയാണ് പെറുക്കി കഴിച്ചത്. അപ്പം ഇന്നിങ്ങനെ പോകുമ്പോൾ അമ്മ പറയാം, അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ചുവപ്പ് കളർ സാധനം കണ്ടത് റംബൂട്ടാനാണോ. അതെ, അത് റംബൂട്ടാനാണ്. ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ടുപിടിച്ചു. ഇത് അപ്പുറത്തെ പറമ്പിലാണെന്ന് നോക്കി, അല്ലാതെ ഇപ്പുറത്തെ പറമ്പിലാണ്. ആരും നട്ടതൊന്നല്ല, അല്ലാണ്ട് ഉണ്ടായതാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുറച്ചുകൂടി പോയി പറിക്കാം.